ചാരി ചാരി ചെരിഞ്ഞു പോയവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചെരിഞ്ഞ് ചെരിഞ്ഞ് ബിരിയാണി തീർന്ന ചെമ്പ് പോലെ ഒന്നുമല്ലാതായി പോയവർ, അവരെക്കുറിച്ചാണ്. ഒരിടത്തൊരിടത്തൊരിടത്തൊരു പാർട്ടി ഉണ്ടായിരുന്നു. മലപ്പുറം മഹാരാജ്യത്തിനപ്പുറം വല്ല കാസർഗോഡോ കണ്ണൂരോ വയനാടോ ഒക്കെ പിടിച്ചെടുത്ത് തങ്ങളുടെ സാമ്രാജ്യം വിപുലീകരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു പാർട്ടി. വാദല്ലല്ലോ, അത് ഞങ്ങളുടെ ആവശ്യമാണ്. അതിൽ വാദപ്രതിവാദം നടത്താനൊന്നുമില്ല, അത് ഞങ്ങളുടെ ആവശ്യമാണ്. കുറ്റിയിൽ കെട്ടിയിട്ട പയ്യനെ പോലെ കോൺഗ്രസിന്റെ കയറിന്റെ തുമ്പിൽ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇനിയും ഇതേ പോക്കാണെങ്കിൽ അണികൾ പ്രതികരിച്ചു തുടങ്ങും. അത് ഏണിയാകുമെന്ന് പാർട്ടിക്ക് മനസ്സിലായി. അവസാനം സീറ്റ് ചോദിക്കാൻ തീരുമാനിച്ചു. സീറ്റ് ചോദിക്കാൻ പോകേണ്ടത് സിംഹത്തിൻ്റെ മടയിലേക്കാണ്. ഏത്? നമ്മുടെ മറ്റേ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ മടയിലേക്ക് തന്നെ. ആര് പോകും? സലാമക്ക കയറി ചെന്നു. എല്ലാവർക്കും നീട്ടിയൊരു സലാം കൊടുത്തു. ദക്ഷിണ വെക്കാൻ പറഞ്ഞു. മലപ്പുറത്തെ പാർട്ടിയുടെ കയ്യിൽ ദക്ഷിണ വെക്കാൻ എന്തുണ്ട്? അതും RSSന് സ്തുതി പാടുന്ന കോൺഗ്രസിന് മുന്നിൽ. അപേക്ഷാരാഗത്തിൽ കാര്യം പറഞ്ഞു. ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നാളത്തെ ചർച്ചയിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീരുമാനമാകണം. സഫറോं की जिंदगी जो कभी नहीं खत्म हो जाती है. ഓ, അത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു സീറ്റ് വേണം. അതിനെന്താ, നിങ്ങൾ അതിന് അർഹതയുള്ള ആളുകളാണല്ലോ. ദാ ഇപ്പൊ കിട്ടും. അവരുടെ ആവശ്യം ന്യായമായതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡിനെ ഞങ്ങൾ അറിയിച്ചത്. മുസ്ലിം ലീഗിനെ പോലുള്ള ഒരു പാർട്ടി ഒരു സീറ്റും കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. ഇത് ഉലക നടിപ്പിടാ സാമി. ആഹാ, നമ്മൾ പോയി ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ സംഗതി കയ്യിൽ കിട്ടി. ഏത്? മൂന്നാമത്തെ സീറ്റ്. അപ്പോ ഇത്തവണ നമ്മളൊരു കലക്ക് കലക്കും. ലീഗുകാരുടെ മനസ്സിൽ ലഡു പൊട്ടി. നല്ല പച്ച ലഡു. കൊടി പിടിക്ക് ജയി വിളിക്ക് ജയാരവം ഒന്നായി മുഴക്കി കണ്ടോ മോനെ കുഞ്ഞാപ്പാന്റെ പച്ചപ്പട പൊളിച്ചടുക്കി. ബിരിയാണി ചെമ്പിന്റെ ദമ്മ് പൊട്ടിക്കണം. ഇനി അങ്ങോട്ട് ആഘോഷത്തിന്റെ കാലമാണ്. അപ്പോ എങ്ങനെയാ, ദമ്മ് പൊട്ടിക്കുമല്ലേ? മൂന്നാം സീറ്റ് കിട്ടുമല്ലോ അല്ലേ? ആ ചർച്ചകളിൽ അങ്ങനെ പല ആവശ്യം വന്നിട്ടുണ്ട്. പല ഘടകകക്ഷികളും പല രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാം സീറ്റിന് വേണ്ടി ലീഗ് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണം. ഇപ്പം തൽക്കാലം ദമ്മ അവിടെ നിൽക്കട്ടെ. ഒരു 2 റൗണ്ട് കൂടി നമുക്ക് ചർച്ച നടത്തി വരാം. ലീഗുമായിട്ടുള്ള ഒരു ചർച്ചയുടെ ഒരു അന്തിമ ചർച്ച തീരണമല്ലോ. കാരണം തീർന്നിട്ട് വേണമല്ലോ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ 2 പാർട്ടികൾക്കും സ്ഥാനാർത്ഥി നിർണയമായിട്ട് പോകാൻ വേണ്ടി ചർച്ച നാളെ നടക്കും. ചർച്ചിച്ച് ദിവസം പോകുന്നതല്ലാതെ മൂന്നാം സീറ്റ് കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല. കുത്തുവാക്കും കേട്ട് ആകെ നാണം കെട്ട് ഇനിയും ഇങ്ങനെ നിൽക്കാനാവില്ലെന്ന് കരുതി ഇത്തവണ ദശമൂലം ദാമു സ്റ്റൈലിൽ സീറ്റ് ചോദിക്കാൻ പോകുന്നത് ET ആണ്. ET ഇന്ന് കൊണ്ടേ വരും. എങ്ങോട്ടാ? ഞാൻ അകത്തേക്ക്. ഞങ്ങളുടെ സ്റ്റാൻഡിൽ യാതൊരു പറ്റില്ല. ഞങ്ങൾക്കതിൽ വിട്ടുവീഴ്ചൻ്റെ അതിൽ വാശിയുടെ പ്രശ്നമില്ല. നമ്മളെ റാങ്ക് ആൻഡ് ഫയലിനെ വളരെ ഗൗരവമായി ബാധിക്കുന്ന പ്രശ്നമാണ്. സതീശനെ തെറിവിളിച്ച് കലിപ്പുമൂട് മാറാതിരിക്കുന്ന സുധാകരന് മുന്നിലേക്കാണ് ET കയറി ചെന്നത്. അകത്ത് എന്ത് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ സതീശൻ പറയുകയാണ്, അതൊന്നും നിങ്ങളോട് പറയേണ്ടതില്ലെന്ന്. പറയേണ്ടതില്ലെന്നല്ല, പറയാൻ കൊള്ളില്ല എന്നാവാനാണ് സാധ്യത. ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടിയ അരിഞ്ഞു കളഞ്ഞൻ. സതീശൻ പുറത്ത് പറയേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ അത് പുറത്ത് പറഞ്ഞേ തീരൂ എന്നതാണ് സുധാകരന്റെ ഒരു രീതി. അല്ലെങ്കിലും അതാണല്ലോ അതിൻ്റെ ഒരിത്. രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവരെടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അതെന്തോ ആവട്ടെ, അത് അവരുടെ വിഷയം. ET സാഹിബേ, എന്തായി? സീറ്റ് കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പക്ഷെ നടന്നിട്ടില്ല, ചെയ്തിട്ടില്ല. അങ്ങനെ ലീഗിൻ്റെ മൂന്നാം സീറ്റ് ആവശ്യം ഗണപതി കല്യാണം പോലെ വീണ്ടും നീണ്ടു പോവുകയാണ്. വീണ്ടാമതും ചർച്ചയ്ക്ക് വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ
ആ സീറ്റ് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ലീഗുകാർക്കുണ്ട്. എന്നാലും അണികളെ തൃപ്തിപ്പെടുത്താൻ ഒരു 2 ദിവസം കൂടി മുന്നോട്ടങ്ങ് നീക്കിവെച്ചു. ഇനിയിപ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, വെറുതെ നമ്മൾ സമയം കളയാണ്. അങ്ങനെ ആ സുദിനം വന്നെത്തുകയാണ്. ലീഗിന് 3-ാം സീറ്റ് ഉണ്ടോ ഇല്ലയോ? 3 സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെന്റിലേക്ക് നിർത്തുന്നത്. ഹേ പോടോ പോടോ പോടോ, ഹേ പോടോ പോടോ പോടോ. കേരളത്തിൽ നിന്ന് 2 സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് 1 സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും ലോക്സഭയിൽ 3-ാമത്തെ സീറ്റില്ല, ഒരു രാജ്യസഭാ സീറ്റെങ്കിലും. രാജ്യസഭാ സീറ്റിൽ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം. ഓ, രാജ്യസഭാ സീറ്റല്ലേ, അതെന്താ? പിന്നെന്താ, അത് തരുന്നതിനെന്താ, അത് തരാം. അതല്ല, എപ്പോൾ തരും? അത് രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരുമ്പോൾ തരും. ഒഴിവ് എപ്പോൾ വരും? ഒഴിവ് വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പാവൻ ലീഗിനെ ഇത്തവണയും പറഞ്ഞ് പറ്റിച്ചതാകല്ലേ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കാഞ്ചന മൊയ്തീനെ പ്രണയിച്ചതുപോലെ 3-ാം സീറ്റിനെ പ്രണയിച്ച ലീഗിൻ്റെ കഥ കഷ്ടമാണ്. കാത്തിരുന്ന് പുഴ മെലിഞ്ഞു എന്ന് മാത്രമല്ല, ലീഗുകാർ ശരിക്കും ക്ഷീണിച്ചു. അവർ കാത്തിരിപ്പ് തുടരട്ടെ. ഇനി രാജ്യസഭാ സീറ്റ് ഉണ്ടല്ലോ, അത് കിട്ടുമായിരിക്കും. എന്തോ